സർക്കാരിന്റെ ഓർമ്മയാണെന്ന് പൈമറ്റത്തിൽ ഫീൽഡ് കത്തനാർ നമ്മുടെ പഴയ സെമിത്തേരിയുടെ കണക്കിൽ കിഴക്ക് വടക്കേ മൂലയിലായിട്ടാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത്. പഴയ പുരാതന പള്ളികളിലെല്ലാം സെമിത്തേരിയിൽ തന്നെയാണ് വൈദികരെ അടക്കം ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ വടക്ക് കിഴക്കേ മൂലയിലായി അടക്കം ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതനുസരിച്ച് ഏകദേശം ആ സെമിത്തേരിയുടെ വടക്ക് കിഴക്കേ മൂലയ്ക്കലാണ് അദ്ദേഹത്തിന്റെ കബറിടം ഇപ്പോൾ ഉള്ളത്. അച്ഛനെക്കുറിച്ച് കൂടുതലായി അറിവുകൾ ഇന്നത്തെ തലമുറയിൽ ആർക്കും ഇല്ലാതെ പോകുന്നു. അത് എഴുതി വയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കിന്ന് വളരെ ഒരു വ്യസനത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അച്ഛൻ്റെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നത് അനുസരിച്ച് 1921 തുലാമാസം 22-ാം തീയതി, അതായത് നവംബർ 7-ാം തീയതി ആണ് അദ്ദേഹം ചരമമടഞ്ഞത് എന്നുള്ളത് മനസ്സിലാകും. 99-ാം വയസ്സിലാണ് അദ്ദേഹം ദിവംഗതനാകുന്നത്. സുദീർഘമായ ഒരു കാലഘട്ടം അദ്ദേഹം ഇടവകയുടെ ശുശ്രൂഷകനായിരുന്നു. ഒരു പക്ഷേ തട്ടമ്പാറയിൽ അച്ഛൻ്റെ കുടിയനച്ഛൻ്റെ സമകാലികൾ അദ്ദേഹത്തെക്കാൾ പ്രായം കൂടുതലുള്ളയാളാണ് അദ്ദേഹം. തട്ടമ്പാറയിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള ആളാണ്. വടകര സഭ ഒന്നായിരുന്ന കാലത്ത് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 7 ഭദ്രാസനങ്ങളായി വിഭജിച്ച് 7 മെത്രാപ്പൊലീത്തന്മാരെ നിയമിക്കുന്ന മുളജോസിൽ ഈ പള്ളിയെ പ്രതിനിധീകരിച്ചത് പൈമറ്റത്തിൽ കത്തനാർ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പരിമലത്തിന്മേനയോടൊപ്പം അദ്ദേഹത്തിന്റെ മിത്രാഭിഷേകത്തിനും അല്ലെങ്കിൽ ഈ നാട്ടിൽ ഉള്ളയാളെന്നുള്ള നിലയ്ക്ക് ഒരു സന്യാസ പട്ടക്കാരെന്നുള്ള നിലയ്ക്ക് അവരെല്ലാം സമകാലീനരായിരുന്നു. പരിമലത്തിന്മേനേക്കാൾ പ്രായത്തിൽ മുതിർന്ന ഒരാളായിരുന്നു അദ്ദേഹം. വളരെ സുദീർഘമായ കാലം ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ അവസാന നാളിലാണ് വടകരയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത്. ഒരു ഷൗകേൻ പാമ്പാക്കുട അൽപ്പാനച്ഛന്റെ അടുക്കൽ പഠിക്കാൻ വരികയും ഇവിടെ ഒരു നസ്രാണി സമൂഹം അല്പം അഭ്യസ്തവിദ്യരും അല്പം സാമ്പത്തിക ശേഷിയും ഒക്കെയുള്ള ആളുകൾ തിരിപ്പാർക്കുന്ന ഒരു ഇടമെന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു സ്കൂൾ ആരംഭിക്കുവാൻ ഇവിടെ വന്ന് ആരംഭിച്ചപ്പോൾ അതിന്റെ നേതൃത്വം നൽകിയ ആളാണ് പൈമറ്റത്തിലെ. അദ്ദേഹം അന്ന് വളരെ 90 വയസ്സ് കഴിഞ്ഞു ജീവിച്ചിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് നമുക്കറിയാം, തിരുവിതാംകൂറിലെ വലിയ വൈദ്യ ശുശ്രൂഷയും ഒക്കെ സ്വീകരിച്ചിരുന്ന രാജാക്കന്മാർ പോലും 50 വയസ്സിനപ്പുറത്തേക്ക് കടന്നിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ മരണമടയുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലത്തൊക്കെ 99 വയസ്സ് വരെ സുദീർഘമായി ജീവിച്ചിരിക്കുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്. ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവും ഒക്കെ അത് അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഒരു നല്ല തുക ഇവിടെ അവസാന നാളിൽ നൽകുകയുണ്ടായി. അദ്ദേഹത്തെ നിത്യം സ്മരിക്കണം എന്നുള്ള താല്പര്യത്തിൽ അന്ന് 150 രൂപയാണ് ഈ ദേവാലയത്തിലേക്ക് നൽകിയത്. നമുക്ക് ഇന്ന് 150 രൂപ എന്ന് കേൾക്കുമ്പോൾ വലിയ വിലയൊന്നും തോന്നാത്ത ഒരു കാലമാണ്. എന്നാൽ ഇന്നത്തെ നിലയിൽ ഏറ്റവും ചുരുക്കമായി കൂട്ടിയാൽ 15 ലക്ഷം രൂപയെങ്കിലും വിലമതിക്കുന്ന ഒരു തുകയാണ് 150 രൂപ എന്ന അന്നത്തെ കാലത്ത്. നമ്മുടെ ഇന്നത്തേക്ക് 100 വർഷങ്ങൾക്ക് അപ്പുറം മുമ്പ് ആ തുക വലിയ മൂല്യമുള്ള ഒന്നായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഈ ദേവാലയത്തിന്റെ ഒരു പക്ഷേ ഈ തട്ടമ്പാറയുടെ ചില സമയത്ത് ഇതിന്റെ സെമിത്തേരിയുടെ ചുറ്റുമതിലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പണിതു എന്ന് പറയുന്നത് അന്ന് അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ട് ഇവിടെ ജീവിച്ചിരുന്ന ഒരാളാണ് പൈമറ്റത്തിലെ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും ലിഖിതമായോ വായ്മൊഴിയായൊന്നും പകർന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. ഒരുപക്ഷെ സുവിശേഷകനായ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ തന്റെ പേര് ഒരു സ്ഥലത്തും പരാമർശിക്കാതെ സൂക്ഷിച്ചതായി കാണുന്നുണ്ട്. ഇപ്പോൾ വളരെ സത്യവാനായ ഒരു വൈദികനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പേര് ഒരുപക്ഷെ ഈ ചരിത്ര പുസ്തകങ്ങളിലെ ഒന്നും കാണാതെ പറഞ്ഞിരുന്ന ദൈവത്തിന്റെ ആ സങ്കേതത്തിൽ മറഞ്ഞിരുന്ന പ്രാർത്ഥിച്ച ഒരു സന്യാസി വലിയനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇടവകയ്ക്ക്
ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന ഈ ഇടവക സമൂഹത്തിന് പ്രത്യേകിച്ച് പിതാവിനോട് പ്രത്യേകമായ കടപ്പാടൊക്കെ ഉണ്ടാകണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ 4ാം തലമുറയൊക്കെയാണ് ജീവിക്കുന്നത്. അദ്ദേഹം സന്യാസി പട്ടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെ മക്കളാണ് പൈതൃകത്തിൽ നമ്മുടെ പള്ളിയുടെ കൈക്കാരന്മാരായൊക്കെ ദീർഘകാലം ശുശ്രൂഷ ചെയ്ത കുഞ്ഞേട്ടൻ പൈതൃകത്തിൽ കുഞ്ഞേട്ടൻ അദ്ദേഹമൊക്കെ ആ കുടുംബത്തിലെ 3ാം തലമുറയിൽ വരുന്നയാണ്. ദേവാലയത്തിന് ഓർമ്മിക്കേണ്ട ഒരു നാമമാണ്. ഇവിടെ ഒരു സ്പർശായി, അതായത് മരിച്ചവരുടെ ഓർമ്മ ദിനങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിലുണ്ട്. എല്ലാ വർഷവും കൃത്യമായി സ്മരിക്കപ്പെടേണ്ട നാമമായി പൈതൃകത്തിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ആ പുസ്തകം. അത് ഇന്ന് ലഭ്യമല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതിന് മുമ്പുള്ള വൈദികരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടായിരുന്നതായി ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. എന്തായിരുന്നാലും അദ്ദേഹം ഒരു ദൈവാശ്രയമുള്ള ഈ നാട്ടിലെ ദൈവജനത്തെ വഴി നടത്തിയ 99 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു നല്ല യോഗിവര്യനായ പുരോഹിതനായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. ആ വന്യ പിതാവിനെയാണ് നാം ഇന്ന് ഓർക്കുന്നത്. അച്ഛൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ഈ ദിവസം പ്രത്യേകം ആദരവോടെ ഓർമ്മിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനൊക്കെ ആഗ്രഹിക്കുകയുണ്ടായതനുസരിച്ച് നാം അവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു. ഇത്തരമുള്ള ബഹുമാനം മാത്രമാണ് ഇന്ന് ഈ വൈദികർ കൂടെ വന്നു ചേർന്ന് ഈ സമൂഹ ബലിയായി അർപ്പിക്കാനായിട്ടിടയായത്. നമ്മുടെ ഒരു കടമയായിരുന്നു. തീർച്ചയായിട്ടും അത് നമ്മൾ നിർവഹിക്കുന്നു. അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം സെമിത്തേരിയിൽ കബറിടത്തിൽ ഭൂപ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയും അച്ഛൻ്റെ നാമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേകമായ പാചകം എല്ലാവരും പങ്കുചേരുകയും ചെയ്യുമെന്ന് ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇപ്പോൾ അവന്റെ പിതാവിനെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥന. നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ നാവേ നിനയോർത്ത് ുള്ള പാദങ്ങൾ ദ്വാരങ്ങൾ വാനുവരത്തു വസിക്കണം. ബാറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ലതിന്റെയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവം തമ്പുരാനെ അടിയങ്ങളെല്ലാവരും യോഗ്യരായി തീരണമേ. പ്രധാന പുരോഹിതന്മാരുടെ തലവനും താലന്തുകൾ വിഭജിച്ചു കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പക്കുഴിയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തി ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരപ്പെടുത്തുന്നവനുമായ കർത്താവേ, നിനക്ക് സ്തുതി. അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പുരോഹിത ശ്രേഷ്ഠനുമായി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പുണ്യപിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും വഴി ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളെയൊക്കെയും സ്തുതിയും ആരാധനയും ബഹുമാനവും സുഗന്ധവും വഴിയായി അങ്ങേക്ക് യോഗ്യമാകുന്നു. കുൽഹുന്യവും ആസ്വദഹായ ഞങ്ങളുടെ ദൈവമായ കർത്താവേശം മലിനരും അശുദ്ധരുമാകുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും തിരുസന്നിധിയിൽ ശുശ്രൂഷ രക്ഷിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മല പുരോഹിതന്മാർക്ക് വേണ്ടിയും വെടിപ്പുള്ള ശമാശന്മാർക്ക് വേണ്ടി പ്രത്യേക ഇന്ന് ഓർമ്മ കഴിക്കുന്ന ഞങ്ങളുടെ പിതാവായ പുണ്യമുള്ള ഫിലിപ്പോസ് കശീശായ്ക്ക് വേണ്ടിയും
നിന്റെ ദൈവനോട് ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ന്യായവിധിക്ക് നീ പ്രവേശിക്കരുതേ. നിന്റെ വിശുദ്ധ മദ്ബായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നിക്കനലുകൾ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. നിന്റെ സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും നിത്യം നിൽക്കുന്നതിന് ബലപ്പെടുത്തേണമേ. നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള ആ വായുകളും നാവുകളും പൊത്തപ്പെട്ട മൗനമാക്കപ്പെടുവാൻ ഇടയാകാതെ സദാ നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ ഒക്കെ വേണം അവയെ ശക്തിപ്പെടുത്തേണമേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചെതലിനും മുഴുവനും കൂടുകളായി തീരത്തക്കവണ്ണം അവയെ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദിവ്യശോഭ ദർശിക്കുന്നതിനെ പ്രകാശിതരാക്കണമേ. ശുദ്ധിയുള്ള പാദങ്ങൾ